ഹലോ ഫ്രണ്ട്സ്, ഫ്ലിപ്സോൺ ഓൺലൈൻ എന്ന നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്ലിപ്സോൺ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ സ്ഥാനാർത്ഥികളായി അപേക്ഷിച്ചവരുടെ അവരുടെ കയ്യിൽ എത്ര സമ്പത്തുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഓൺലൈനിലൂടെ എങ്ങനെ കാണാമെന്ന്. അതിന് പ്രത്യേകമായ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നമ്മൾ ടച്ച് ആക്കണം. ഇതാണ് ആ ലിങ്ക്. www.sec.kerala.government.electioncandidates view candidates എന്നാണ് ആ ലിങ്കിൻ്റെ പേര്. അതിൽ ക്ലിക്ക് ആക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട സ്ഥലത്തിൻ്റെ ഉദാഹരണം ഞാൻ കാസർഗോഡ് എടുത്തു. അവിടെ കാറക, മഞ്ചേശ്വരം, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, പരപ്പ, നീലേശ്വർ, കുമ്പളാജി, വെള്ളൂർ, മൂളിയാർ, ബേതടുക്ക, മഞ്ചേശ്വർ, വോർക്കാട്, കുമ്പള. ഇപ്പോൾ കുമ്പള എന്നുള്ളതുകൊണ്ട് എടുക്കുന്നത്. അതിൽ കുമ്പോൽ, ആരിക്കാട്, കക്കലാങ്കുന്ന്, ബംബ്രാണ, ഉജ്ജാർ, ഉള്ളവാർ, ക്ലത്തൂർ, ചിലമ്പാടി, കൊടിയമ്മ, മുളിയെടുക്ക, മുജംഗാവ്, പേര, കേക്കപുരം, മുഗ്രാൽ, കൊപ്പളം, കോയിപ്പാടി, കുമ്പള റെയിൽവേ, ബദ്രിയാനഗർ. ഇപ്പോൾ ബദ്രിയാനഗർ എന്ന് പറയുന്ന സ്ഥലം ഞാൻ സെലക്ട് ചെയ്തു. അവിടെയുള്ള കാൻഡിഡേറ്റ്സ് ആരൊക്കെയെന്ന് കാണാം. അത് കാണണമെങ്കിൽ ആദ്യം നമ്മളിത് ക്യാച്ച് അടിച്ചു കൊടുക്കണം. WDXKK ഇങ്ങനെ കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നൊരു അബ്ദുൽ ഖാദർ ഉണ്ട്, അബ്ദുൽ റിയാസ് ഉണ്ട്, അൻവർ അരിക്കാടി നിൽക്കുന്നുണ്ട്, വരുണകുമാർ നിൽക്കുന്നുണ്ട്, ഹനീഫ നിൽക്കുന്നുണ്ട്. അവര് അബ്ദുൽ ഖാദർ ലീഗ്, അബ്ദുൽ റിയാസ് കമ്മ്യൂണിസ്റ്റ്, അൻവർ അരിക്കാടി SDPI, വരുണകുമാർ ഭാരതീയ ജനതാ പാർട്ടി, ഹനീഫ സ്വതന്ത്രൻ. ഓരോ സ്ഥാനാർത്ഥിയുടെ ലേഡറാണ് ലീഗിൻ്റെ അടയാളം. ഹാമർ, സ്റ്റിക്ക്, ലെൻസ് സ്റ്റാർ, ചുറ്റിക നക്ഷത്രം. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI അതിൻ്റെ ചിഹ്നം. ലോട്ടസ് താമര ചിഹ്നം BJPക്ക്. ഇലക്ട്രിക് ബൾബാണ് സ്വതന്ത്രൻ ഹനീഫാക്കുള്ളത്. ഇവരുടെയൊക്കെ സമ്പത്ത് എത്ര ഉണ്ട് എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ അബ്ദുൽ ഖാദർ VPയുടെ സമ്പത്താണ് നോക്കുന്നത്. അതിൽ എങ്ങനെ അബ്ദുൽ ഖാദർ VP എന്നുണ്ടാകും, ഫോം 2 എന്നുണ്ടാകും. ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവർ സമർപ്പിച്ച രേഖ ഉണ്ടാവും, നാമനിർദ്ദേശ പത്രിക എന്ന് പറയും. 20/11/2025 2:50 വരണാധികാരിക്ക് മുമ്പിൽ ഇത് സമർപ്പിച്ചിട്ടുള്ളത്. കുമ്പള ബദ്രിയാനഗർ. ഇങ്ങനെ നോക്കി കുറേ നോക്കുമ്പോൾ കാണാം ഇയാളുടെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ. ആളുടെ സോഷ്യൽ മീഡിയ, വാട്സപ്പ് കാര്യങ്ങൾ, പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും കേസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കേസ് നമ്പർ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് NA എഴുതിയിട്ടുണ്ട്. കയ്യിലുള്ള പണം, സ്വന്തം ഭാര്യ, ഭർത്താക്കൾ, ആശ്രിതൻ ഒന്നും തന്നെ ഇല്ല, ബാങ്കിലില്ല, ഭാര്യക്കില്ല. കാർഷിക ഭൂമി, കാർഷികേതര ഭൂമി എത്ര ഉണ്ട് എന്നുണ്ട്. ആർജിച്ച സമ്പത്ത് എല്ലാം NA കൊടുത്തിട്ടുള്ളത്. മാർക്കറ്റ് വില, കോയിപ്പാടി, സർവേ നമ്പർ, ₹10,00,000 ഉണ്ട്. പാരമ്പര്യ സ്വത്താണോ, സ്വയാർജിത സമ്പത്ത്. ഇതാണ് ഇയാളുടെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിയാസിന്റെ സമ്പത്ത് എത്ര ഉണ്ട് നോക്കാം. റിയാസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതൊക്കെയാണ്.
പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങൾ ബാധകമല്ല എന്ന് കൊടുത്തിട്ടുണ്ട്. ശിക്ഷാവിധി സ്വന്തം കയ്യിൽ 6000 രൂപ, ഭാര്യയുടെ പേര് 1000 രൂപ. പിന്നെ ബാങ്കുകൾ, ബാങ്കിതര സാമ്പത്തിക കമ്പനികൾ, സഹകരണ സ്ഥാപന നിക്ഷേപങ്ങളുടെ വിശദാംശം 1000 രൂപ, 10000 രൂപ കാനറ ബാങ്കിൽ. പിന്നെ സ്കൂട്ടി ഉണ്ട് ജൂപ്പിറ്റർ, പിന്നെ 14Z 60000 രൂപ വരെയുള്ളത്. ആകെ 77000 രൂപയാണുള്ളത്. 2,52,000 രൂപ. 5 പവൻ സ്വർണ്ണമുണ്ട്. 2,52,000 രൂപയുടെ കണക്കാണ് മൂപ്പര് കൊടുത്തിട്ടുള്ളത്. 30 ലക്ഷം രൂപ മൊത്തം ആളുടെ വീട് കാര്യങ്ങളൊക്കെ ഉള്ളത്. സ്വയം ആർജിച്ചെടുത്തതാണ്. $5 ലക്ഷം രൂപയാണ് അയാളുടെ ബാധ്യതകൾ. 7 ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുണ്ട്. 2001 മൊഗ്രാൽ സ്കൂളിൽ പഠിച്ചതാണ് SLC. ഇത്രയാണ് റിയാസിൻ്റെ. ഇനി നമ്മൾ അൻവർ ആരിക്കാടിയുടെ സമ്പത്ത്. അതിൻ്റെ വിവരങ്ങൾ ഇതൊക്കെയാണുള്ളത്. നല്ല ഹാൻഡ് റൈറ്റിംഗ് പൂരിപ്പിച്ചിട്ടുണ്ട്. SDP-ക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് കേസുണ്ട്. കുമ്പള PS 227/21 FIR, കേസ് നമ്പർ CC 625/21 CC 797/25. ബന്ധപ്പെട്ട നിയമത്തെ കേസിൽ ചാർജിട്ടുള്ള അത്ര ചാർജ്. ഞാൻ ശിക്ഷിക്കപ്പെട്ട കേസുകളുടെ വിവരം അതൊന്നും കൊടുത്തിട്ടില്ല. കയ്യിലുള്ള പണം 5000, ഭാര്യയുടെ ഭർത്താവ് 2000, ഫെഡറൽ ബാങ്കിൽ 112 രൂപ, SIB ആരിക്കാടിൽ 2812. പിന്നെ ആഭരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. 100 ഗ്രാം 9 ലക്ഷം രൂപ. ആകെ ഉള്ള പൈസ 5812. തൊണ്ണൂറ് 9,04,812 രൂപയാണ് ആകുന്നത്. പിന്നെ സ്ഥലം, വീട്, സർവേ നമ്പറൊന്നും കൊടുത്തിട്ടില്ല. ഹോട്ടൽ ലേബർ, സ്ഥാനാർത്ഥിയുടെ ജോലി, ഹൗസ് വൈഫ്, ആശ്രിതന്മാരില്ല. ബാങ്കുകൾക്ക് ഗോൾഡ് ഉണ്ട് 1,4 ലക്ഷത്തിൻ്റെ കൊടുക്കാൻ. പിന്നെ ആകെ 1,4 ലക്ഷം ബാധ്യത എന്ന് കൊടുത്തിട്ടുണ്ട്. സ്കൂൾ സർട്ടിഫിക്കറ്റ് SLC 2000 കുമ്പള സ്കൂളിൽ പഠിച്ചത്. ഇത്രയാണ് അൻവറിൻ്റെ. ഇനി നമ്മൾ നോക്കുന്നത് BJP സ്ഥാനാർത്ഥി വരുണകുമാർ സമൃദ്ധി. വരുണകുമാർ സമൃദ്ധിയെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് അവൻ്റെ സമ്പത്തുള്ളത്. വിവരം അങ്ങനെയാണുള്ളത്. അവരുടെ വാട്സപ്പ്, പോലീസ് സ്റ്റേഷൻ്റെ പേര് FIR, കുമ്പള, നിൽ. പൈസ 5300, ഭാര്യയുടെ കയ്യിൽ 6000, ബാങ്കിൽ 13,437, 10,000. ആകെ സംഗമ സ്വത്ത് 18,737, 16,000. 10 ലക്ഷം രൂപയുടെ വിസ്തീർണമുള്ള ഭൂമി ഉണ്ട്. ആകെ സ്ഥാവര സമ്പത്തുകളുടെ മൂല്യം 38 ലക്ഷം.
BJP സ്ഥാനാർത്ഥി. ഇനി സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരാളും കൂടി ഉണ്ട്. ആളുടെ പേരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പെർവാൾ പോലീസ് സ്റ്റേഷൻ FIR ഇല്ല. ആകെ കയ്യിൽ 4500 റുപ്യ, ഭാര്യയുടെ പേരിൽ 5000 രൂപ. ആകെയുള്ള സമ്പത്ത് വീട് പുരയിട 40 ലക്ഷം. $17.5 ലക്ഷം സ്വന്തം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക്. ആകെ ബാധ്യതകൾ കുടിശ്ശികകൾ 17.5 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ നോക്കുന്ന രീതി.